പിശാചികൾക്കും പല രൂപത്തിലും പല ഭാവത്തിലും കടന്നു വരാൻ കഴിയും. ആത്മമണ്ഡലത്തിന് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യനെ ആത്മീകമായി ഏറ്റവും അധികം ദൈവം പണിയുന്ന സമയം അവന്റെ ഉറക്കത്തിലാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം സ്വപ്നത്തിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കും. വിശുദ്ധ സങ്കീർത്തനം 91 അതിൻ്റെ 13-ാമത്തെ വാക്യം. വിശുദ്ധ സങ്കീർത്തനങ്ങൾ 91 അതിൻ്റെ 13-ാമത്തെ വാക്യം. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സ്തോത്രം. സർപ്പശക്തികളെ കുറിച്ചാണ് അതിൻ്റെ ഒരു ഭാഗം. സിംഹത്തെ കുറിച്ച് നമ്മൾ പിന്നാലെ പഠിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ സിംഹം കയറി വരുമായിരിക്കാം. ഇപ്പോൾ അതിനകത്ത് 2 സർപ്പത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1 അണലി, 2 പെരുമ്പാമ്പ്. കേട്ടിട്ടുണ്ടോ? അണലി, പെരുമ്പാമ്പ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം അപ്പുറത്തോട്ട് പെരുമ്പാമ്പ് പോകണം, അതിനെ ചെന്ന് ചവിട്ടാനല്ല പറയുന്നത്. ഏതെങ്കിലും ഒരു പൊത്തിൽ കിടക്കുന്ന അണലിയെ പിടിച്ചിട്ട് അതിനെയും ചവിട്ടാനല്ല. സാത്താൻ്റെതായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള രൂപഭാവങ്ങളും രൂപഭേദങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവനവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. വെളിപ്പാട് പുസ്തകം 12:9. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പോൾ ഒരുപാട് പാമ്പുകളെ കുറിച്ച് കേട്ടാം. അപ്പോൾ ഇതെല്ലാം ഒന്നൊന്നായിട്ട് പഠിക്കണ്ടേ? പെരുമ്പാമ്പിനെ കുറിച്ച്, അണലിയെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു 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 ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മളിന്ന് തുടങ്ങി വയ്ക്കും. എന്നിട്ട് ഈ പെരുമ്പാമ്പിൻ്റെ സ്വഭാവം എന്താണ്, പിന്നെ ഈ അണലിയുടെ സ്വഭാവം എന്താണ്, ഇതൊക്കെ ഈ മ്യൂസിയത്തിൽ കിടക്കുന്ന പാമ്പിനെ കുറിച്ചൊന്നും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സെയ്റ്റാന് പല സ്വഭാവ വിധികളുണ്ട്. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നു വരാം. ആത്മമണ്ഡലത്തിന് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കുവാനായിട്ട് കഴിയും. ഇതൊരു ബൈബിൾ സ്റ്റഡി പോലെ പോകത്തുള്ളൂ. ആത്മമണ്ഡലം, ആത്മാവിന് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാനായിട്ട് കഴിയും. ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവോ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവന് ഒരു ആത്മാവുണ്ട്, അതിന് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാൻ കഴിയും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം. അത് ആത്മാവാണല്ലോ. പരിശുദ്ധാത്മാവിന് വ്യത്യസ്തമായിട്ടുള്ള രൂപഗുണങ്ങളുണ്ട്. ഒരേ രൂപത്തിലല്ല പരിശുദ്ധാത്മാവ്. ഒരു ആത്മാവാണ്, അതൊരു വിശുദ്ധാത്മാവാണ്, അശുദ്ധാത്മാവല്ല. നമ്മൾ ഈ അശുദ്ധാത്മാവിൻ്റെ സോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ആത്മാവ് എങ്ങനെയായിരിക്കും, ഏത് വിധത്തിലായിരിക്കുമെന്ന് നമ്മൾ നോക്കുന്നുവെങ്കിലും ആത്മാക്കൾക്ക് ആത്മീകമായ വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാൻ കഴിയും. പല ഭാവങ്ങൾ, പല രൂപം. പരിശുദ്ധാത്മാവ് പ്രാവായിട്ട് വന്നു, പരിശുദ്ധാത്മാവ് തീയായിട്ട് വന്നു, പരിശുദ്ധാത്മാവ് കടന്നു വന്നത് കാറ്റായിട്ട് കടന്നു വന്നു, പരിശുദ്ധാത്മാവ് കടന്നു വന്നു വെള്ളമായിട്ട് കടന്നു വന്നു, പരിശുദ്ധാത്മാവ് തീ അഗ്നി നാവായിട്ട് കടന്നു. അപ്പം ആത്മാവാണ്. ആക്ച്വലി അത് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ഭാവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നത് പോലെ തന്നെയായിരിക്കുന്നു ദുരാത്മാക്കൾക്ക് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കുവാനായിട്ട് കഴിയപ്പെടും. ആ ദുരാത്മാക്കളിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ദൈവദൂതന്മാരെ കുറിച്ച് എഴുതിക്കുന്നു. അപ്പം ക്രിസ്തുവിന് പല രൂപങ്ങൾ എടുക്കും. അത് ആത്മാവായിട്ട് പരിണമിച്ചു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45, 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം യേശുവാണ്. യേശു ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് തീർന്നു. അതുപോലെയാണ് ദൂതന്മാരെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. ദൈവത്തിൻ്റെ ദൂതന്മാർ തൻ്റെ ഭക്തജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള സേവകാത്മാക്കളാണ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ നിൽക്കുന്നുവെങ്കിലും എന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് എനിക്ക് സഹായപ്പെടുവാൻ. നിങ്ങളിവിടെ ഇരിക്കുന്നുവെങ്കിലും നിങ്ങളെ സഹായിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ കൂടെ സംരക്ഷകനായിട്ട് ഒരു ദൈവത്തിൻ്റെ ദൂതനുണ്ട്. അപ്പോൾ ഈ ദൂതന്മാർക്കും
വ്യത്യസ്തമായ രൂപങ്ങൾ എടുക്കുവാനായിട്ട് കഴിയപ്പെടും. എന്തിനാണ് വ്യത്യസ്ത രൂപമായിട്ട് കർത്താവ് ഇവിടെ പഠിപ്പിച്ചത്? എന്താണ്? സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. അപ്പോൾ സിംഹത്തിന്റെ രൂപത്തിലാണ് സൈത്താൻ ആക്രമിക്കാൻ കടന്നു വരുന്നുവെങ്കിൽ ഒരു ദൈവദൂതന് മനുഷ്യന്റെ രൂപത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല. സിംഹത്തിന്റെ രൂപത്തിൽ വരും. സിംഹത്തിന്റെ രൂപത്തിൽ. രണ്ടു തരം സിംഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടും. നിങ്ങളൊരു ദർശനം കാണുന്നു എന്നിരിക്കട്ടെ, നിങ്ങളൊരു സ്വപ്നത്തിലൊരു സിംഹത്തെ കാണുന്നു. എന്താ പെട്ടെന്ന് യഹൂദാഗോത്രത്തിലെ യഹൂദാഗോത്രത്തിലെ സിംഹം എന്നായിരിക്കും പെട്ടെന്ന് ഓർമ്മ. ഇല്ല, ഇവിടെ 91 സങ്കീർത്തനം എഴുതിയിരിക്കുന്നു സിംഹത്തിന്റെ മേലും. സിംഹത്തിന്റെ മേലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിശാചിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സിംഹത്തെ നീ ചവിട്ടും. അത് ദൈവത്തെ ചവിട്ടാനല്ല. അതെങ്ങനെ തിരിച്ചറിയാം? ഇതേത് സിംഹമാണ്? ഇത് ദൈവമാകുന്ന സിംഹമാണോ? ഇത് പിശാചാകുന്ന സിംഹമാണോ? സ്വപ്നത്തിൽ, ദർശനത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ല. ഒരു മനുഷ്യനെ ആത്മീകമായി ഏറ്റവും അധികം ദൈവം പണിയുന്ന സമയം അവൻ്റെ ഉറക്കത്തിലാണ്. ഉറങ്ങുന്ന സമയം ഏറ്റവും അധികം ഒരു മനുഷ്യന്റെ ആത്മീക വർധനവിന്റെ സമയമാണ്. ആത്മീകമായി അവനെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ആത്മീകമായി അവനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആക്റ്റീവ് ആകുന്നു. നമ്മൾ കേൾക്കുന്നു, കാണുന്നു, പോകുന്നു, ഓടുന്നു, ചാടുന്നു, കാര്യാദികളെല്ലാം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഉറങ്ങുന്ന സമയം എന്ന് പറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു, ആ വ്യക്തികളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തികളെ ഞാൻ കിടന്നുറങ്ങിയ സമയത്തിൽ എന്തെല്ലാം കാര്യാദികൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കാരണം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അതിലൊന്നാണ് സ്വപ്നം. നമ്മുടെ ആത്മമണ്ഡലത്തിന് സഞ്ചരിക്കാൻ കഴിയും. നിങ്ങൾ എത്രയോ പ്രാവശ്യം ലണ്ടനിൽ പോയി അല്ലേ? നിങ്ങൾ എത്രയോ പ്രാവശ്യം അമേരിക്കയിൽ പോയി. നിങ്ങൾ പോയില്ല, നിങ്ങളുടെ ശരീരം പോയില്ല, ആത്മാവ് പോയില്ലേ? അതാണ് സ്വപ്നം. അഥവാ ആത്മാവിനെ സഞ്ചരിപ്പിക്കും. ആത്മമണ്ഡലത്തിന് സഞ്ചരിക്കാനായിട്ട് കഴിയും. ആത്മാവിന് വളരെ വേഗത്തിൽ മൂവ് ചെയ്യാനായിട്ട് കഴിയപ്പെടും. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം സ്വപ്നത്തിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കും. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ ചിലത് അറിയിക്കും. ഉറങ്ങിക്കിടക്കുന്ന സമയത്തിൽ സ്വപ്നത്തിലൂടെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. അതുപോലെ പിശാചും സ്വാധീനിക്കും. അത് നമ്മളിപ്പോൾ പഠിക്കൂല. പിശാചും സ്വാധീനിക്കും. അതുകൊണ്ടാണ് ചിലർ ഭയക്കും. അപ്പോൾ ഒരു സിംഹത്തെ കുറിച്ചാണ് നിങ്ങൾ സ്വപ്നം കണ്ടു. എന്താ ചെയ്യണം? ആ സിംഹത്തിന് വേണ്ടി സിംഹത്തെ കണ്ടുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ദൈവീകമായ കാഴ്ചപ്പാടാണ് എങ്കിൽ ആ സിംഹത്തിൻ്റെ തേജസ് കൂടും. പ്രാർത്ഥിക്കുന്നതനുസരിച്ച്, സ്തോത്രം പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ സിംഹത്തിൻ്റെ തേജസ് കൂടിക്കൊണ്ടിരിക്കും. അതിനർത്ഥം ആ സിംഹം നിന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന സിംഹമാണ്. അതിനർത്ഥം ആ സിംഹം നിന്നെ അനുഗ്രഹിക്കാമെന്നതാണ്. അത് യഹൂദാ ഗോത്രത്തിലെ ക്രിസ്തുവാകുന്ന സിംഹമാണ്. ഹല്ലേലൂയ. ആ സിംഹത്തിന്റെ പുറത്ത് നീ ഇരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സിംഹം നിന്നെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. നിന്നെ വീഴാതെ, താണു പോകാതെ, തളർന്നു പോകാതെ ഈ സിംഹം നിന്നെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. അതാണ് ആ സിംഹത്തിന്റെ മേലിരിക്കുന്നത്. ആമേൻ. അതിന് നീ നന്ദി പറയണോ, അതിന് നീ സ്തോത്രം ചെയ്യണോ, അതിനെ നീ പോസിറ്റീവായിട്ട് കാണണം. എന്നാൽ മറ്റൊരു സിംഹം, അത് നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അത് അലറുന്നു. നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അത് വികൃതമാകുന്നു. നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അത് കണ്ണുരുട്ടുന്നു. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിനക്ക് ഭീതി വരുന്നു. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിനക്ക് ഇറിറ്റേഷൻ വരുന്നു. നീ അതിനെ ശ്രദ്ധിക്കുന്ന അനുസരിച്ച് നിനക്കൊരു ഉത്ഭയം കടന്നു വരുന്നുണ്ട്. അത് വികൃതമാകുന്നു. നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അത് നിന്നെ തുറിച്ചു നോക്കുന്നു. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പ്രശ്നം അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരിക്കൽ കൂടെ, പ്രാർത്ഥിക്കുന്നതനുസരിച്ച് തണുപ്പ് വരുന്നു. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അത് ശാന്തമാകുന്നു. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നല്ലൊരു ഫീല് ലഭിക്കുന്നു. അത് ദൈവീകമാകുന്ന സിംഹവും. എന്നാൽ മറ്റൊരു തരത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന, ചവിട്ടാൻ പഠിപ്പിച്ച സിംഹത്തെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ ആ സിംഹത്തിന്റെ പ്രത്യേകത, അത് പ്രാർത്ഥിക്കുമ്പോൾ ചീറും, അത് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുരുട്ടം, അത് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നിന്നെ തുറിച്ചു നോക്കാം. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? അത് നിനക്കെതിരായിട്ടുള്ള ശത്രുവിന്റെ മറ്റൊരു രൂപമാണ്. അത് പെരുമ്പാമ്പിനെ പോലെ അല്ല വരുന്നത്. അത് അണലിയെ പോലെ അല്ല കടന്നു വരുന്നത്. ഹല്ലേലൂയ. അത് മറ്റൊരു രൂപത്തിൽ കടന്നു വന്ന് നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, പെരുമ്പാമ്പിനെയും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും
പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു പാമ്പ്, ഒരുപാട് പാമ്പുകളുണ്ട്, അതിൽ മറ്റൊരു പാമ്പിനെ കുറിച്ച് കൂടെ നമ്മളൊന്ന് വായിക്കുമ്പോൾ കുറച്ച് കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലിരിക്കുന്നു, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ, അത് വേറൊരു പാമ്പാണ്, പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 വർഷത്തേക്ക് ഇതിനെ ചങ്ങലയിട്ടു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ടെസ്റ്റ് KJV-യിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹി ലെയ്ഡ് ഹോൾ ഓൺ ദ ഡ്രാഗൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പിശാചും സാത്താനുള്ള പഴയ പാമ്പ്. ഇതിന് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ ഡ്രാഗൺ ഉള്ളതേ മേടിക്കുകയുള്ളൂ, നിങ്ങൾ മാറ്റ് മേടിക്കുമ്പോൾ ഡ്രാഗൺ ഉള്ളതേ മേടിക്കത്തുള്ളൂ, അല്ലേ? നിങ്ങൾ ഡ്രാഗൻ്റെതായിട്ടാണ് സ്തോത്രം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കുത്തുന്നത്. നിങ്ങളല്ല, ചിലർ. പ്രൈസ് ഗോഡ്. ചിലർ ക്യാപ്പ് മേടിക്കുമ്പോൾ ഡ്രാഗൺ ഉണ്ടോ ഇല്ലേ നോക്കും. അതൊരു ഐശ്വര്യമായിട്ടൊക്കെ വരിക്കില്ലേ. ആമീൻ. അതിൻ്റെ പേരിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന രീതിയിൽ ഒരു പ്രത്യേക ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതൊന്നും കഥയ്ക്ക് അങ്ങ് വിടുന്നു. അപ്പോൾ ഡ്രാഗൺ ആ വാക്ക് കേൾക്കുന്ന സമയത്തിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കിടക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു വച്ചാൽ മാത്രം മതി. പഴയ പാമ്പിനെ കുറിച്ചും അണലിമേലും ഒക്കെ ചവിട്ടും എന്നുള്ളതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കപ്പെടുമ്പോൾ ഈ പാമ്പിന്റെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയപ്പെടണം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവനവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്ന ഞാൻ കണ്ടു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം. അപ്പോൾ അവിടെയും കർത്താവ് പറഞ്ഞത് പിശാച് ആകാശത്തിൽ നിന്ന് വന്നിട്ട് അത് മറ്റൊരു രൂപമെടുക്കുകയാണ്, പാമ്പാകുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്ന സമയം, ആത്മലോകത്തിൽ ദുരാത്മാക്കൾക്ക് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാൻ കഴിയും. അതിലൊരു രൂപമാണ് പാമ്പിന്റെ രൂപം. എല്ലാം ലുട്ടാപ്പിയെ പോലെയല്ല വരുന്നത് പിശാച്. എല്ലാതും സിംഹത്തെ പോലെയല്ല കടന്നു വരുന്നത്, എല്ലാത്തിലും ആനയെ പോലെയല്ല കടന്നു വരുന്നത്. പലതിനും പല രൂപങ്ങളും ഭാവങ്ങളും പൈശാചികനെടുക്കാം. ആകാശത്തിൽ മിന്നൽ പോലെ സാത്താൻ അടിച്ചു, പക്ഷെ വന്നു വീണത് പാമ്പിന്റെ രൂപത്തിലാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, അതിനെ നിനക്ക് ചവിട്ടാനുള്ള അധികാരം. അപ്പോൾ ആ അധികാരം കിട്ടണമെങ്കിൽ, അതിന് നമുക്ക് ജയിക്കണമെങ്കിൽ ആ സർപ്പത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ആ പാമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്? ആ പാമ്പ് സർവനാശത്തെ വിതയ്ക്കുവാൻ വേണ്ടിയിട്ട്, മാനവരാശിയെ തകർക്കാൻ വേണ്ടിയിട്ട് മഹാസർപ്പത്തിന്റെ കുട്ടി സർപ്പങ്ങളാണത്. അപ്പോൾ പല രൂപങ്ങളും ഭാവങ്ങളും പിശാചുക്കൾക്ക് എടുക്കുവാനായിട്ട് കഴിയപ്പെടും. അതുപോലെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാക്കൾക്ക് മറ്റു പല രൂപങ്ങളും ഭാവങ്ങളും എടുക്കുവാനായിട്ട് കഴിയപ്പെടാം. ഇപ്പോൾ മരിച്ച ഒരാളിൻ്റെ അതേ രൂപത്തിൽ ആ ആത്മാവിന് വരാൻ കഴിയും. മരിച്ചതിൻ്റെ ഒരു ആത്മാവ്, ആ ആത്മാവിന് മറ്റൊരാളിൻ്റെ രൂപത്തിൽ അതിന് കടന്നു വരാൻ കഴിയും. മരിച്ചൊരാളിന് വേറൊരാളുടെ രൂപത്തിൽ കടന്നു വരാം. പക്ഷെ ആത്മാക്കൾക്ക് വ്യത്യസ്ത രൂപം. നമ്മൾ പരിശുദ്ധാത്മാവിന് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാൻ കഴിയും, ദൂതന്മാർക്ക് വ്യത്യസ്ത രൂപങ്ങൾ എടുക്കാം. അതുപോലെ ദുഷ്ടപിശാചികൾക്കും പല രൂപത്തിലും പല ഭാവത്തിലും കടന്നു വരാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗമാണ് നിന്റെ ആത്മീക ജീവിതത്തിന് വിപരീതമായി, നിന്റെ ഭൗതിക ജീവിതത്തിന് വിപരീതമായിട്ട് അവൻ പല രൂപത്തിൽ, കൂട്ടുകാരന്റെ രൂപത്തില്, കൂട്ടുകാരിയുടെ രൂപത്തില്, പ്രൈസ് ദി ലോർഡ്, സുഹൃത്തിന്റെ രൂപത്തില് നിന്റെ അടുക്കലേക്ക് കടന്നു വരപ്പെടുമ്പോൾ നിനക്ക് വിപരീതമായിട്ട് കടന്നു വരുന്ന സാത്താന്റെ കുതന്ത്രത്തെ ഇന്ന് പകൽ സമയത്തിൽ സഭ തിരിച്ചറിയണം. നമ്മൾ ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകൊണ്ട് തോറ്റു കൊടുക്കരുത്. അവന്റെ കുതന്ത്രങ്ങളിൽ ചെന്ന് വീണു കൊടുക്കരുത്, അവന്റെ തന്ത്രങ്ങളിൽ ചെന്ന് വീണു കൊടുക്കരുത്, അവന്റേതായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നിങ്ങളെ അടിമപ്പെട്ട് കൊടുക്കരുത്. അവൻ നിങ്ങളെ തകർത്തു കളയും. അണലിയുടെ പ്രത്യേകതയാണ്, അത് കടിച്ചു കഴിഞ്ഞാ രോമകൂപത്തിൽ കൂടെയും ബ്ലഡ് വരും. പ്രൈസ് ഗോഡ്. അണലിയുടെ സ്വാധീനം ഒരു ശരീരത്തിലേക്ക് അവൻ അതിൻ്റെ രൂപത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ ആക്രമിക്കുന്ന സമയങ്ങളിൽ അതെപ്രകാരം ഏതൊക്കെ വിധത്തിലാണോ അതിൻ്റെ റിയാക്ഷൻ വരുന്നത് അതുമായി ബന്ധപ്പെട്ട വിധത്തിലായിരിക്കും. അണലിയുടെ വായ്ക്ക് ഭയങ്കര നാറ്റമാണ്. ഏതൊരു ദുഷ്ടശക്തിയുടെ സ്വാധീനമുണ്ട് എങ്കിൽ
അണലിമേൽ ചവിട്ടാൻ ദൈവം നമുക്ക് അധികാരം തന്നുവെങ്കിൽ അണലിയുടെ പ്രവൃത്തിയെ കുറിച്ച് അന്ന് തിരിച്ചറിയണം. അണലിയെ കുറിച്ച് നമ്മളൊന്ന് അറിയണമല്ലോ. പ്രൈസലോ. അഥവാ നിങ്ങൾ വിമർശിക്കുമെന്നോ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമെന്നോ വിചാരിച്ച് ഞാൻ പറയാതിരുന്നാൽ ഞാൻ പിശാചിന് തോറ്റു കൊടുക്കണം. കാരണം ഏത് വിധത്തിൽ എന്നെ ഒതുക്കാൻ നോക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് പറയാതിരുന്നാലും പറ്റത്തില്ല. അപ്പോൾ നിന്റെ വായിൽ കൂടെ വരുന്ന ദുർഗന്ധം നീ ശ്രദ്ധിക്കണം. അണലിയമേൽ ചവിട്ടാൻ അധികാരം തന്ന ക്രിസ്തുവിൽ ശരണപ്പെട്ട് ഈ അണലിയോട് നിനക്കൊരു ഫൈറ്റിംഗ് ഉണ്ടാകണം. ഈ അണലിയോട് നിനക്കൊരു യുദ്ധം പ്രഖ്യാപിക്കണം. ഈ അണലിയോട് നിനക്ക് ഒരു പോരാട്ടം വരണം. കർത്താവിന്റെ തൂവലിന്റെ ചിറകിന്റെ കീഴില്, കർത്താവിന്റെ നിഴലിന്റെ മറവിൽ കാത്തിരുന്ന് കർത്താവേ, എന്നെയും എന്റെ കുടുംബത്തിനകത്ത് ആമേൻ വ്യാപരിച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ആമേൻ പ്രവർത്തിച്ചിരിക്കുന്ന, കടന്നു കയറിയിരിക്കുന്ന ഈ ദുഷ്ടശക്തിയോട്, ഈ പൈശാചിക ശക്തിയോട് ആമേൻ പടപൊരുതാനുള്ള ശക്തിയും ബലവും സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണോ. അപ്പോൾ ഈ സ്വാധീനങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഇതാക്രമിക്കുന്ന സമയത്തിൽ നമ്മുടെ ശരീരത്തെ ആകമാനം ഇത് തകർത്ത് കളയും. ഈ അണലിയുടെ സ്വാധീനം അല്ലെങ്കിൽ അണലിയുടെ രൂപത്തിൽ പിശാച്, ഒരിക്കൽ കൂടി പറയട്ടെ, അവൻ പല രൂപത്തിൽ വരും. അതിലൊന്നാണ് അണലിയുടെ രൂപം. അത് കർത്താവ് മനസ്സിലാക്കിയിട്ടാണ് അതിനെ ചവിട്ടുവാൻ ഇവിടെ അധികാരം നൽകിയിരിക്കപ്പെടുന്നത്. ആകയാൽ അത് കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വഭാവ ശൈലികൾ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് അത് പ്രകടിപ്പിക്കും. അതാക്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ മരവിച്ചതുപോലെ ആയിത്തീരും. ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് വേദപുസ്തകം വളരെയധികം വ്യക്തമായി പഠിപ്പിക്കപ്പെടുമ്പോൾ തന്നെ പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സാധനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ആമേൻ രക്തം എന്ന് ഉള്ളത് തന്നെയാണ്. കർത്താവിൻ്റെ രക്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ പിശാചിന് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ ആയിരിക്കപ്പെടുന്നു. അപ്പോൾ ആ രക്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് എബ്രായ ലേഖനം 10-19 അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ഉള്ള ധൈര്യവും ദൈവാലയത്തിന് മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തള്ളിക്കളവാനും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവനുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിയമം പൂണ്ട പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള ഒരു പ്രവേശനം നമുക്ക് ധൈര്യപൂർവ്വം നൽകിയത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് പാപമോചനം നടക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് സൈത്താൻ്റെ തല തകരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച ഓയിൽ രക്തമാകുന്ന വിശ്വാസത്തോടെ അവൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ സമയത്തിൽ അത് ശരീരത്തിൽ വെളിപ്പെട്ടു. അവനൊരു ഇറിറ്റേഷൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു സമയത്തിൽ അതവൻ്റെ ശരീരത്തിൽ ആ അണലിയുടെ ശക്തി വെളിപ്പെട്ടു. അവൻ പറഞ്ഞു, എൻ്റെ കൈ ഇതൊന്നും ചലിപ്പിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെയാണ് അത് വെളിപ്പെട്ടത്. തൻ്റെ അമ്മയോട് പറയും, അമ്മ എൻ്റെ കൈ എനിക്കുന്നു. മക്കളെ കുഴപ്പമില്ലടാ, എന്ന് പറഞ്ഞു. പക്ഷേ ആ ദുഷ്ടശക്തിയെ ഞാൻ അതിൻ്റെ രൂപം വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ, അതിൻ്റെ ശക്തിയെ ഒന്ന് വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒറിജിനൽ സ്വഭാവം അത് വെളിപ്പെടുത്തി. മരിപ്പിച്ച് രണ്ട് കൈകളെയും ആമേൻ ചലിപ്പിക്കാൻ കഴിയാതെ, ആമേൻ നിവർക്കാൻ കഴിയാതെ, മടക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മരിപ്പിച്ച് തൻ്റെ ശരീരത്തിൽ മുഴുവൻ സ്കിന്നിൽ പ്രശ്നങ്ങളിട്ട് വ്യാപരിക്കുന്നു. അപ്പോൾ ഒരു സർപ്പശക്തി ഒരു മനുഷ്യൻ്റെ ഉള്ളിനകത്ത് കയറപ്പെടുമ്പോൾ അത് അണലിയുടെ ശക്തിയാണ് എങ്കിൽ അതിൻ്റെ രൂപഭാവങ്ങൾ അത് കാണിക്കും. അതൊരു മഹാസർപ്പമാണ് എങ്കിൽ അതിൻ്റെ രൂപഭാവങ്ങൾ അത് കാണിക്കപ്പെടും. അതൊരു പെരുമ്പാമ്പാണെങ്കിൽ അതെന്താ പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത? ഇവിടെ എഴുതിയിരിക്കുന്നത് അണലിമേലും പെരുമ്പാമ്പിൻ്റെ മേലും, അല്ലേ? രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന സമയത്തിൽ അണലിയെ നശിപ്പിക്കുവാൻ ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത് മെലിത്താ ദ്വീപിൽ വെച്ചാണ്. അഭിഷിക്തൻ്റെ മേൽ അത് ചാടിക്കടിച്ച സമയത്ത് പേടിച്ചില്ല. പേടിക്കാതെ അതിനെടുത്ത് ദൈവം അവിടെ ചൂട് എപ്പോഴും നമുക്ക് ഇത്തിരി ചൂട് കൂടുതൽ, അല്ലേ? ഞാൻ തണുത്ത് മരവിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. പക്ഷെ ചൂട് കൂട്ടേണ്ട സമയത്ത് ചൂട് കൂട്ടിക്കൊണ്ടിരിക്കണം. എപ്പോ അണലി ചാടിയാലും അവനെ പൊള്ളിക്കണം. എപ്പോ അണലി ചാടിയാലും അവനെ നശിപ്പിക്കണം. അതിനെ തകർത്ത് കളയണം. അഭിഷിക്തൻ കടി കിട്ടുന്നതിന് മുൻപേ, ആക്രമണം വരുന്നതിന് മുമ്പേ അഭിഷേകത്തിന്റെ ചൂട് കൂട്ടി
അഭിഷിക്തന്മാർ ഈ കൂട്ടത്തിലുണ്ടോ? അഭിഷിക്തങ്ങളുണ്ടോ? ചൂട് കുറയരുത്. എപ്പോ അല്പം തണുപ്പ് തുടങ്ങുന്നു അപ്പൊ ചാടി വീഴുവൻ, അപ്പൊ ചാടി വീഴും. കുറയരുത്, ഒരല്പം പോലും കുറയരുത്. പൗലൂസ് പറഞ്ഞു, എനിക്ക് ഈ ചൂട് പോരാ, എനിക്ക് ഈ ചൂട് പോരാന്ന് പറഞ്ഞ് 2 വിറകിന്റെ കഷ്ണങ്ങൾ എടുത്ത് തീ ചൂടയിലേക്ക് ഇട്ടു. എല്ലാ ഞായറാഴ്ചയും വിറകിന്റെ എണ്ണം കൂട്ടിക്കോണം, വിറകിന്റെ എണ്ണം കൂട്ടിക്കോണം, വിറകിന്റെ എണ്ണം കൂട്ടിക്കോണം, വിറകിന്റെ എണ്ണം കൂട്ടിക്കോണം. സ്വത്രം ചാടി വീണോ? പൗലൂസിന്റെ മേൽ ചാടി കൊത്തിയ സമയത്തിൽ കണ്ടവരും കേട്ടവരും പറഞ്ഞു, അവൻ ഇച്ചിരി പിന്മാറ്റം, അതാണ് ഈ കുഴപ്പം വന്നത്. കണ്ടവരൊക്കെ പറഞ്ഞു, അവൻ ദൈവദാസനൊക്കെ ശരി തന്നെയാണ്, കൃപയൊക്കെ പോയെന്നാണ് തോന്നണത്, അതാണ് അണലി കടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യവന് ഇപ്പൊ പാട്ടും പ്രാർത്ഥനയൊന്നും ഇല്ല, ഇവനിപ്പോ ഇച്ചിരി കുഴപ്പക്കാരനാണ്, അതുകൊണ്ടാണ് അണലി പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ദൈവദാസന്മാർക്കൊന്നും ഇങ്ങനെയൊന്നും വരൂലല്ലോ, ദൈവദാസന്മാർക്ക് ഇത് വരാൻ പാടില്ലല്ലോ, ദൈവദാസന്മാർക്ക് വരൂലല്ലോ. എല്ലാവരും പറഞ്ഞു. പക്ഷേ ആ ദേശത്തിലെ അണലിയെ എന്നേക്കുമായി, അണലിയെ നീ ദൈവദാസനെതിരായിട്ടാണ് തൊട്ടിരിക്കുന്നത്, ഇനി നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. മെലിത്താ ദ്വീപിലെ വിശ്വാസികളെ നീ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് നീ കടിച്ചു, ഒരുപാട് പേരെ രക്തം ഛർദ്ദിപ്പിച്ചു, ഒരുപാട് പേരുടെ സ്കിന്നിൽ പ്രശ്നങ്ങൾ കൊണ്ടിട്ടു. പക്ഷെ നീ ഇപ്പൊ തൊട്ടിരിക്കുന്നത് അവൻ ദൈവത്തിന്റെ പ്രതിനിധിയുടെ മേലാണ്, ദൈവത്തിന്റെ സ്ഥാനാപതിയുടെ മേലാണ്. നിന്നെ എന്നേക്കുമായി കരിക്കാനുള്ള തീയിത കത്തിക്കൊണ്ടിരിക്കുകയാണ്, കത്തിച്ചൊലിക്കുകയാണ്. കണ്ടവരും കേട്ടവരും കടിയേറ്റ പൗലൂസിനെ കുറിച്ച് പലതും പറഞ്ഞുവെങ്കിലും പൗലൂസിനെന്നറിയാ, ഇന്ന് നീ കടിച്ചു, ഇനി നിന്നെ പാമ്പ് കടിക്കാൻ പല്ല് കാണത്തില്ല, എന്നെ കടിക്കാൻ നിന്റെ മേലിനി പല്ല് കാണത്തില്ല, സർപ്പമേ എന്നെ കടിക്കാൻ ഇനി പല്ല് കാണത്തില്ല. അവൻ അഭിഷേകത്തിന്റെ ശക്തിയോടെ ആ അണലിയെ എടുത്ത് ആ തീയിലേക്ക് എടുത്തിട്ടപ്പോൾ പടപട 2 സൗണ്ട് മാത്രം കേട്ടോ. അവൻ ഇവിടെ ചെന്ന് കൈയടിച്ചപ്പോൾ ഇടക്കിടക്ക് സൗണ്ട് കേൾക്കുമല്ലോ, അതുപോലെ സൗണ്ടാണ്. അണലി പപ്പടം പൊരിയും പോലെ പൊരിഞ്ഞു. എന്നേക്കുമായിട്ട് അവന്റെ കടി നിർത്തി, എന്നേക്കുമായിട്ട് അവന്റെ ആക്രമണം നിർത്തി. ഒരു ദേശത്തിന്റെ അണലി മുഴുവനായിട്ട് തീരാൻ ഒരു ദൈവദാസന് കടിയേൽക്കേണ്ടി വന്നു. ദൈവദാസന്മാർ കടിയേൽക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവദാസന്മാർ ആമേൻ കടി കിട്ടി എന്നറിയുന്ന സമയത്തിൽ അവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ദേശത്തിൽ ഇതാ ഇനി ആരെ അണലി കടിക്കില്ല, അതിനു വേണ്ടിയിട്ട് ഒരു കടി ഒരു ഭക്തൻ കെട്ടണം. ഒരു ഭക്തന്റെ മേൽ ഒരു കടി കിട്ടിയാലേ ഒരു ദേശം വിടുതൽ പ്രാപിക്കത്തേ ഉള്ളൂ. എവിടെ വെച്ച് നിന്നെ കടിച്ചോ ആ ദേശം വിടുവിക്കപ്പെടാൻ പോവുക, ആ ദേശം വിടുവിക്കപ്പെടാൻ പോവുക, ആ പട്ടണം വിടുവിക്കപ്പെടാൻ പോവുക. നിന്നെ കടിച്ച അണലിനെ അവിടെ ആരെയും കടിക്കത്തില്ല, നിന്നെ കടിച്ച അണലിയെ പ്രദേശത്തിന് തൊടത്തില്ല. അവൻ ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെടാൻ പോവുക, ജനം കൂട്ടം കൂട്ടമായി വിടുതൽ പ്രാപിക്കും. ഏറ്റവും ഒടുവിൽ അണലി ഒരു ദൈവദാസനെ കടിച്ചു. അതിന് ശേഷം അവൻ ആരെയും കടിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഭക്തന്മാർ വളമാകുമ്പോൾ, ആമേൻ, ഭക്തന്മാർ ചെയ്യുമ്പോൾ ആമേൻ ചിലർക്കത് വളമാണ്, ചിലർക്കത് വളമാണ്. മെലിത്താ ദ്വീപ് നിന്റെ ഉന്നമനത്തിന്, നിന്റെ ഉയർച്ചയ്ക്ക്, നിന്റെ വർധനവിന് ആമേൻ ചിലർ കടിയേറ്റാലേ പറ്റത്തുള്ളൂ. ആ കടിയിൽ അവർ നശിക്കത്തില്ല. സ്വത്രം. ഇതാണ് അണലിയുടെ അന്ത്യം, അത്രേ ഉള്ളൂ. ഒരു അഭിഷിക്തൻ പോകണം, അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിക്കണം, അവന്റെ കടി ഏൽക്കണം, അതോടുകൂടി അവനെ പൂർണ്ണമായി നശിപ്പിക്കണം. അണലി അവിടെ തീർന്നു. അണലിയെ നശിപ്പിക്കുവാൻ ഒരഭിഷിക്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അടുത്ത് അവൻ പെരുമ്പാമ്പിനെ അയച്ചുവെങ്കിൽ ആ പെരുമ്പാമ്പിനെ നശിപ്പിക്കുവാൻ അടുത്തവൻ മൂർഖനെ അയച്ചുവെങ്കിൽ ആ മൂർഖനെ നശിപ്പിക്കുവാൻ ഏറ്റവും ഒടുവിൽ ഡ്രാഗൺ, ആ ഡ്രാഗനെ നശിപ്പിക്കുവാൻ ആമേൻ അത് ഏത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വാഴുകയാണ്. ആമേൻ ഞാൻ ഇപ്പൊ വരത്തില്ല, എനിക്ക് വരാൻ സമയമുണ്ട്. അന്ത്യ കാഹളത്തിങ്കൽ ഞാൻ വരൂ. ആമേൻ യുദ്ധം പ്രഖ്യാപിച്ചാൽ മതി. ഇപ്പോൾ എന്റെ ചെറിയ ചെറിയ സൈന്യങ്ങളെ ഞാൻ ജനത്തിന്റെ ഇടയിൽ വിടുകയാ, ചെറിയ ചെറിയ ഭാഗങ്ങളെ വിടുകയാണ്. ഞാൻ നീർക്കോലിയെ വിട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചുരുട്ടയെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ചെറിയ ചെറിയ സാധനത്തെ ഞാൻ വിടും. ഇത് ഏറ്റവും ഒടുവിലതാ മഹാസർപ്പം.
നിങ്ങൾ ഈ ശക്തികളെ ഭയക്കരുത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് മാത്രം. പക്ഷേ ഭയന്നാൽ അതിന് ദണ്ഡനമുണ്ട്. പേടിക്കരുത്, ധൈര്യപ്പെടണം, ക്രിസ്തുവിൽ ആശ്രയിക്കണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.